ഹലോ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എരിശ്ശേരി. നസ്രാണി സദ്യയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവൻ. എരിശ്ശേരി നന്നായാൽ അന്നത്തെ നസ്രാണി സദ്യ നന്നായി എന്നാണ് പഴമക്കാർ പറയുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വാ, എല്ലാവരും വാ. ഒരു 4 കറിക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അടുപ്പ് കത്തിച്ച് ചെറുപ്പത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് വേവിക്കാനായിട്ട്. അല്പം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാവേ. കുറച്ച് ഉപ്പ് കൂടി ഇടുക. നാല് കറിക്ക രണ്ടായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അരപ്പിനുള്ള തേങ്ങ എടുക്കാവേ. നമ്മളൊരു 3 ടേബിൾ സ്പൂണാണ് അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു 3 ചുമന്നുള്ളിയും കൂടെ ചേർക്കാവേ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്. അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിക്ക വെന്തതിനകത്തോട്ട് ചേർക്കാം. കറിക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വെന്ത കറിക്ക നമ്മൾ അത് മിക്സിക്കകത്ത് അടിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെ ഉള്ളൂ കേട്ടോ. അങ്ങ് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല കേട്ടോ. ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാവേ. ഇതൊന്ന് തിളയ്ക്കണം. അല്പം തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ എരിശ്ശേരിയുടെ. ചൂടായി തിളയ്ക്കണം. ഈ ചൂടായി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാവേ. ഉപ്പ് പാകത്തിന് അല്പം മുന്നോട്ട് വേണം ഉപ്പ്. എന്നുവെച്ചാൽ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനുള്ളതല്ലേ. അല്പം കൂടെ ഉപ്പ് വേണേ. ഈ ചൂടായി ഇനി ഓഫ് ചെയ്യാം. ഒരു കടായി വെച്ചു. ചൂടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തേങ്ങയും ചുവന്നുള്ളിയും കൂടെ വറുത്ത് ചേർക്കണം.
വറ്റൽമുളക് ഇടാം ഒരു 4 ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ. ഒരു 10 ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാവേ. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ ഫ്രൈ ചെയ്യാണ്. എരിശ്ശേരിക്ക് പ്രധാനമായിട്ടും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ അരച്ച തേങ്ങയും ഈ വറുത്ത് നമ്മൾ ചേർക്കുന്ന തേങ്ങയുടെയാണ്. അതിലാണ് എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് നിലനിൽക്കുന്നത്. ഏകദേശമായി. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് കറക്റ്റ് പരുവായി. ഇനി നമുക്ക് എരിശ്ശേരിക്കകത്തോട്ട് ചേർക്കാം. നമുക്ക് ഈ തേങ്ങ വറുത്തത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാവേ. ഇപ്പോഴേ ഇളക്കണ്ട, ഒന്ന് അടച്ച് വെച്ച് അല്പസമയത്തിന് ശേഷം നമുക്ക് ഇളക്കാവേ. കുറച്ച് നെയ്യും കൂടെ ചേർക്കണേ. അല്പം നെയ്യും കൂടെ ചേർക്കാവേ. ഒന്ന് ഇളക്കി നോക്കാവേ. ഇതാണ് നസ്രാണി സദ്യയുടെ കേമനായ എരിശ്ശേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഭക്ഷിക്കുക, സന്തോഷമായിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാമേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ. സദ്യയിൽ കേമൻ എരിശ്ശേരി.